ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പം നമുക്കിന്നേ ഹൈദരാബാദ് സൂവിലേക്ക് വിട്ടാലോ? ഞാൻ ആകെ കൂടെ തൃശ്ശൂരിലും ട്രിവാൻഡ്രം സൂവിലും മാത്രമേ പോയിട്ടുള്ളൂ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാവുമെന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് പോയിട്ട് ബാക്കി വിശേഷങ്ങൾ അവിടെ കാണാം. അപ്പോൾ നമ്മൾ പോകുന്ന സൂവിൻ്റെ പേര് നെഹ്റു സുവോളജിക്കൽ പാർക്ക് എന്നാണ്. അപ്പോൾ നമുക്കിനി എന്തായാലും അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. ഓക്കെ, ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മൾ സൂവിൽ എത്തിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ടൈം ആയതുകൊണ്ട് നമുക്കിപ്പം ഉള്ളിൽ കയറിക്കഴിഞ്ഞാൽ ഫുഡ് കോർട്ട് ഉണ്ടോ ഒന്നും അറിയത്തില്ലല്ലോ. അപ്പോൾ ഫ്രണ്ടിലൊരു ദോശക്കട കണ്ടപ്പോൾ ഞങ്ങൾ അവിടുന്ന് ദോശ കഴിച്ചിട്ടാണ് കയറിയത് ഒരു സേഫ്റ്റിക്ക്. അങ്ങനെ ഷടപടയിൽ ഞങ്ങൾ ഓടിച്ചെന്നത് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിന്നു. അപ്പം ഞാനിവിടെ സൂം ചെയ്ത് ഓരോന്നിൻ്റെയും ചാർജ് കാണിച്ചേക്കാവേ. ഇത് അത്യാവശ്യം വലിയ പാർക്കാണ് കേട്ടോ. അതുകൊണ്ട് നടന്ന് ഫുള്ള് കാണുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല, ടാസ്ക്കാണ്. അപ്പോൾ ഒരു ഓപ്ഷൻ നടക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ഓപ്ഷൻ ട്രെയിനാണുള്ളത്. ട്രെയിൻ പക്ഷേ ടൈമിങ്സ് ഉണ്ട്, ഇന്ന ടൈമിങ്ങിൽ മാത്രമേ ട്രെയിൻ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ആ ഓപ്ഷൻ നമ്മൾ ക്യാൻസൽ ചെയ്തു. പിന്നുള്ളത് ഇലക്ട്രിക് വെഹിക്കിളാണ്. അത് എല്ലാ സമയത്തും ഉണ്ട് കേട്ടോ. നമ്മളെ പിക്ക് ചെയ്യുകയും ഡ്രോപ്പ് ചെയ്യുകയും ചെയ്യും. ഓരോ സെക്ഷനിൽ കൊണ്ടുവിട്ട് നമ്മൾ കണ്ടു കഴിയുമ്പോൾ ആ ടിക്കറ്റ് തന്നെ കാണിച്ചാൽ നമുക്ക് വേറെ ഇലക്ട്രിക് വെഹിക്കിളിൽ വന്ന് അങ്ങനെ അവർ ഓരോ സെക്ഷനിലും നമ്മളെ പിക്ക് ചെയ്യുകയും ഡ്രോപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്യാം എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. കുറേ ഉണ്ട് കേട്ടോ നടക്കാൻ. നമ്മൾ ബേർഡ് സാങ്ച്വറിയിലേക്കാണ്. ഇപ്പോൾ ഇന്ന വെയിലായതുകൊണ്ടാണ് ചമ്മു തൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ട് സേഫ്റ്റിക്ക്. ഇല്ല കരിഞ്ഞു പോവും. ഇല്ല ചമ്മോ, ഇല്ല കരിഞ്ഞു പോവില്ല ചമ്മോ. ഓരോ സ്ഥലത്തും ഫിഷക്വേറിയം അങ്ങനെ ഓരോന്നിലും കൊണ്ടുപോകാൻ പഠിപ്പിക്കാൻ വണ്ടിയുള്ളത് നല്ലതായിരുന്നു. അതിൽ തന്നെ നടന്ന് പെട്ടുപോയേനെ.
സംസാരിച്ചൊക്കെ ആണോ? വലിയ പുള്ളിയാണോ? അടിപൊളിയാണോ ഭക്ഷണമൊക്കെ? നോക്കുന്നുണ്ടോ നമ്മളെ? രമണി മീമിയൊക്കെ വാങ്ങിച്ചു കൊടുക്കും. രമണിക്ക് വാങ്ങിച്ചു കൊടുക്കും. അങ്ങനെ നമ്മൾ റെപ്റ്റൈൽസും കണ്ടു, ബേർഡ് സാങ്ച്വറിയിലും പോയി. ഇനി എവിടേക്കാ? ഈ ഫിഷ് അക്വേറിയം ഉണ്ട് അല്ലേ? അങ്ങനെ റെപ്റ്റൈൽസും നമ്മൾ കയറി ഇറങ്ങി. ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പ് ഓഫ് റെപ്റ്റൈൽസും ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഇതൊരു ചെറിയ മ്യൂസിയം പോലെ സെറ്റ് ചെയ്തേക്കുവാണ് ഇവർ. ഇത് തെലങ്കാനയിൽ നിന്ന് ഫൗണ്ട് ചെയ്ത ഡിനോസേഴ്സിൻ്റെ അവശിഷ്ടങ്ങളാണെന്നാണ് പറയുന്നത്. അപ്പം എല്ലാ പാർട്സും ഉണ്ട് കേട്ടോ. പണ്ടൊക്കെ എനിക്കൊരു വിചാരം ഉണ്ടായിരുന്നു ഇതുങ്ങളൊക്കെ ഇമാജിനറി ക്യാരക്ടേഴ്സ് ആണെന്ന്. എന്തോ എൻ്റെ മനസ്സിനെ ഇത് എക്സ്റ്റിങ്ക്റ്റ് ആയതാണെന്ന് അറിയാമെന്നുണ്ടെങ്കിലും ഒരു വിശ്വാസക്കുറവുണ്ട് കേട്ടോ. ഇപ്പോഴും ഉണ്ടോയെന്ന് ചോദിച്ചാൽ ചെറുതായിട്ടൊക്കെ ഉണ്ട്. നിങ്ങൾക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഗൈസ്? എനിക്കറിയില്ല. മേ ബി ഇതൊക്കെ ജീവിച്ചിരുന്ന ക്രിയേച്ചേഴ്സ് ആയിരിക്കണം. അതിൻ്റെയൊക്കെ തെളിവാണല്ലോ നമ്മളീ കാണുന്നതും. വണ്ടിയിൽ ഇതുവഴി പാസ് ചെയ്ത് പോയപ്പോൾ ഞാൻ കരുതി ഇത് സ്റ്റാച്ചു ആണെന്ന്. പക്ഷെ അടുത്ത് വന്ന് നോക്കുമ്പോൾ എന്താ ജീവനുണ്ട്, ഒറിജിനലാണ്. ഞാൻ നമ്മുടെ ട്രിവാൻഡ്രം സൂവിൽ പണ്ട് പോയിട്ടുണ്ട്. അതൊരു 5th സ്റ്റാൻഡേർഡ് 6th സ്റ്റാൻഡേർഡ് അപ്പോഴൊക്കെയാണ് പോയേക്കുന്നത്. അന്ന് ജിറാഫിനെ കണ്ടതാണ്, പിന്നെ കണ്ടിട്ടില്ല. പിന്നെ തൃശ്ശൂർ സൂവിൽ പോയിട്ടുണ്ട്, പക്ഷെ അവിടെ ജിറാഫൊന്നും ഉണ്ടായിരുന്നില്ല. പാവമുണ്ട് കേട്ടോ, ഇതിന് ബോറടിച്ച് നിൽക്കുകയെന്ന് തോന്നുന്നു. ഇതിനൊരു പേരിനെയും കൂടെ കൊടുത്തിരുന്നെങ്കിൽ അത്യാവശ്യം ഒന്ന് കമ്പനി എടുക്കുമെങ്കിലും ചെയ്യാമായിരുന്നു. കാരണം എനിക്ക് തോന്നിയതാണോ എന്നറിയത്തില്ല, ഇതിനൊരു ഡിപ്രഷൻ പോലെ വിഷമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. അതിലേതിലേയും ബോറടിച്ച് നടന്നപ്പോൾ വിശന്നു എന്ന് തോന്നുന്നു ആൾക്ക്. അത് ഇലയൊക്കെയാണ് കഴിക്കുന്നത്. ഹെർബിവോറസ് ആണല്ലോ ജിറാഫ്. അങ്ങനെ ഗൈസ് നമ്മൾ നടന്നു കിടന്ന് ക്ഷീണിച്ചു. ഇവിടെ ഒരു ഫുഡ് കോർട്ട് പോലും ഇടയ്ക്കിടയ്ക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഒരുപാട് നടക്കാനും ഉണ്ടായിരുന്നു. അതായത് ലാസ്റ്റ് ഒരു ഫുഡ് കോർട്ട്
ഇനി നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ടാവാം ബാക്കി നടത്താം. പിന്നെ ഇതൊരു ജംഗിൾ പോലെ ഇവരെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ. അവിടെയാണ് ലയണും ടൈഗറും അങ്ങനെയുള്ള കുറച്ച് ആനിമൽസിനെയൊക്കെ ഇവർ ഇവിടെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനൊരു സെപ്പറേറ്റ് വാൻ ഉണ്ട്. അത് നമുക്ക് എടുക്കണമെങ്കിൽ 250 റുപ്പീസ് അങ്ങനെ ഏതാണ്ടായിരുന്നു അതിൻ്റെ ചാർജ് വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ കയറിയിട്ടുണ്ടെങ്കിൽ ഓരോ ഏരിയയിലും നിർത്തി, ഇപ്പോൾ ലയണുള്ള ഏരിയയിൽ നിർത്തി നമുക്ക് അടുത്ത് നിന്നിട്ട് ഇതിനെ കാണാൻ പറ്റും. അപ്പോൾ ഇത്രയും ഞങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ 3 മണി കഴിഞ്ഞായിരുന്നു രാവിലെ ഇറങ്ങിയിട്ട്. അപ്പോൾ തന്നെ ഗസ് ചെയ്യാമല്ലോ അത്രത്തോളം കാണാനുണ്ട്, ഒത്തിരി നടക്കാനും കാണാനും ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരു 1 ഡേ ഫുള്ളായിട്ട് എന്തായാലും വേണം നമുക്കിവിടെ വരുവാണെന്നുണ്ടെങ്കിൽ. ഇത്രയും കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ടയേർഡ് ആയതുകൊണ്ട് മങ്കീസ് ഒക്കെ ഉള്ള ഒരു ഏരിയ ഉണ്ടായിരുന്നു, അത് നമ്മൾ സ്കിപ്പ് ചെയ്തു. അപ്പോൾ ഇതൊക്കെയാണ് സൂവിലെ വിശേഷങ്ങൾ. നിങ്ങൾ ഹൈദരാബാദ് ഉള്ളവരാണെങ്കിൽ എന്തായാലും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണേ. പിന്നെ നാട്ടിൽ നിന്ന് വിസിറ്റ് ചെയ്യാൻ വരുന്ന ആൾക്കാർക്കും ഒരു ദിവസം എടുത്തിട്ട് സൂവിലൊക്കെ ഒന്ന് കയറിയിട്ട് പോവാം. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സ്റ്റേ ട്യൂൺഡ് ഫോർ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ ബൈ.